മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, എന്തിനാടി നീ ഇപ്പോ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? ആട്ടി വിട്ടിട്ടും തിരിച്ചു വരാൻ നിനക്ക് നാണക്കേടില്ലേ? ആ കൊലയാളിക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? ദേ ഒരു കാര്യം ഞാൻ പറയാം, ആ കിടക്കുന്നവനെ നിന്നോടോ നിന്റെ കുഞ്ഞിനോടോ ഒരു തരി പോലും സ്നേഹമില്ല. അവന് സ്വത്തും പണം മാത്രം മതി. നീ ഒരു കാര്യം ചെയ്യേ, അവനെ എന്തെങ്കിലുമൊക്കെ പണോ സ്വർണ്ണമൊക്കെ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കെ, അവൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അല്ല, ആദ്യമൊക്കെ നിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങി പോവുമല്ലോ. നിന്റെ മുത്തശ്ശിയോടും അച്ഛനോടും പരാതി പറഞ്ഞ് അവര് ചോദിക്കാൻ വരുമല്ലോ. എന്താടി ഇപ്പൊ നിനക്ക് ആട്ടിവിട്ടാലും ഒരു പരാതിയില്ലേ? ഇത് കേട്ട് കരുണയാണെങ്കിൽ ആകെ വിഷമത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അവിടേക്ക് കണ്ണം വരുന്നുണ്ട്. ആ, ഏട്ടൻ വന്നു. ദേ ഇവള് വന്നിട്ടുണ്ട് ആ കൊലയാളിക്കൊപ്പം ജീവിക്കാനായിട്ട്. ഏട്ടാ, ഇവളെയൊക്കെ അടിച്ചിറക്കി വിടുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവളും അവനും എല്ലാവരും ചേർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ണേട്ടനെയും കുഞ്ഞിനെയും ഏട്ടത്തെയും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് വിടില്ല. നൂലുകെട്ട് കഴിഞ്ഞാൽ ഏട്ടത്തിയും കുഞ്ഞും ഇങ്ങോട്ട് വരിക. നമ്മള് ഇപ്പൊ തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട്, മോളെ ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും എത്രത്തോളം ഞങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയാലും അതിനൊക്കെ തിരിച്ചടി അവർക്ക് തന്നെയല്ലേ കിട്ടുന്നത്. അല്ലെങ്കിലും എത്ര പ്രാവശ്യം ഇവരൊക്കെ എന്തൊക്കെ കാണിക്കാൻ നോക്കി, എന്നിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് സംഭവിച്ചോ? തോറ്റു പിന്മാറുന്നത് ഇവർ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കരുണയാണെങ്കിൽ കണ്ണന്റെ കാൽക്കൽ വീണ് കരയാണ്. കണ്ണേട്ട, എന്നെ ഇനി ഇവിടെ നിന്നും ഇറക്കി വിടരുത്. നിങ്ങളെയൊക്കെ അനുസരിച്ച് ജീവിക്കാൻ തന്നെയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അയാളെ ഞാൻ അനുസരിച്ചത്, അയാളുടെ ചെയ്തികൾക്ക് കൂട്ടുനിന്നത്. ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല. എനിക്ക് ജീവിക്കണം. എന്റെ കുഞ്ഞിന് അച്ഛൻ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ കരയാണ്. ഈ സമയം മഞ്ജുവിനാണെങ്കിൽ ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. കണ്ണേട്ടാ, ഇതൊക്കെ അവളുടെ അഭിനയമാണ്. അവളെ മാറത്തടിച്ച് കരയടക്കം ചെയ്യും. ഇതൊന്നും വിശ്വസിക്കരുത്. നിങ്ങളുടെയൊക്കെ തെറ്റേ അതാണ്. കരഞ്ഞു കാണിച്ചാൽ അപ്പൊ നിങ്ങൾ കൂടെ ചേർക്കും. ഒരിക്കലും അരുത് കണ്ണേട്ട എന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, ദേ നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നിപ്പോ ഇവിടെ നിന്നും ഞാൻ ഇറക്കി വിടാത്തത്. പക്ഷെ ഒന്നോർത്തോ, ഉണ്ണിക്കോ നിനക്കോ ക്യാഷിന്റെ വില എന്താണെന്ന് അറിയില്ല. അവന്റെ അക്കൗണ്ടിൽ ഒരുപാട് സമ്പാദ്യമുണ്ട്. അതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്ത പൈസയാണ്. അവൻ ജോലി ചെയ്യാതെ വിയർപ്പിന്റെ വില അറിഞ്ഞിട്ടേ ഇനി അവൻ ജീവിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇനി അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ഇപ്പോ മാർക്കോയാണ് അവന്റെ കാല് തല്ലി ഒടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള പൈസ ചികിത്സാ ചെലവും ഞാൻ നോക്കും. പക്ഷെ അതിനുശേഷം അവർ റിക്കവർ ആയിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവന് ജോലി ചെയ്യാതെ ഞാൻ ക്യാഷ് കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ശരിയാ മോനെ, ആ ഒരു തീരുമാനം നല്ലതാണ്. അവൻ ഒരിക്കലും ജോലി എടുക്കാതെ ക്യാഷ് കൊടുക്കണ്ട. അത് അവനെ കൂടുതൽ ക്രൂരതയിലേക്ക് നയിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഉണ്ണിയെക്കുറിച്ച് കരുണയും പറയുന്നുണ്ട്, അതെ ആ തീരുമാനം നല്ലതാണ്. ഉണ്ണിയേട്ടൻ ഇനി അധ്വാനിച്ച് ജീവിക്കട്ടെ, ഞാനും അതിനോടൊപ്പം തന്നെയാണ് യോജിക്കുന്നതെന്നൊക്കെ പറയുമ്പോ മഞ്ജു ആണെങ്കിൽ കരുണയ്ക്ക് നേരെ തിരിച്ചടിക്കുകയാണ്. ഇവളൊക്കെ ഈ അഭിനയിക്കുന്നത് വെറും അവസരം കിട്ടാൻ വേണ്ടി മാത്രമാണ് കണ്ണേട്ടാ. വീട്ടിൽ പോയിട്ടേ മുത്തശ്ശിയുടെ ഉപദേശം കേട്ട് വന്നിരിക്കുക. ഇവിടെയുള്ള കണ്ണേട്ടനെയും ഏടത്തിയെയും എല്ലാവരെയും അന്വേഷിച്ച് നിന്നിട്ട് പിന്നീട് അവസരം കിട്ടുമ്പോൾ കൊത്താനായിട്ട് ഇവൾ വിഷം തുപ്പുന്ന മൂർഖം പാമ്പാണ്. ഏട്ടൻ ഒരിക്കലും ഇവളെ വിശ്വസിക്കണം. പിന്നെ ഈ നിൽക്കുന്ന അമ്മയെയും വിശ്വസിക്കണം. ഇവര് മൂന്നുപേരും ചേർന്നിട്ടുള്ള പ്ലാനിങ് ആണ് ഇതൊക്കെ. ഇനി രണ്ടുപേരും ഇറങ്ങാനുണ്ടല്ലോ, ഇവളുടെ അച്ഛൻ പ്രതാപനും അമ്മാവൻ വാമദേവനും. അവരും കൂടി ഇറങ്ങിയാൽ നിങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചന വീണ്ടും തുടങ്ങും. അതുകൊണ്ട് ഏട്ടാ പ്ലീസ് ഇവരെയൊന്നും വീട്ടിനകത്തേക്ക് കയറ്റല്ലേ, ആട്ടി ഇറക്കുക വേണ്ടത്. ഏട്ടന്റെയും ഏടത്തിയുടെയും കുഞ്ഞിന്റെയും സമാധാനപരമായിട്ടുള്ള ജീവിതം ആണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഏട്ടൻ ഞാൻ പറയുന്നത് പോലെ ചെയ്യേ, പിന്നീട് ദുഃഖിക്കേണ്ടി വരരുതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കണ്ണം പറയുന്നുണ്ട്, മോളി വിഷമിക്കണ്ട, ഇവരൊന്നും ഒന്നും ചെയ്താലും ഞങ്ങൾ കേൾക്കില്ല എന്നൊക്കെ. കേൾക്കില്ല, കാരണം മാർക്കോയെയും ലോപ്പസിനെയും പോലെയുള്ളവർ പുറത്തുണ്ടല്ലോ. അവരെന്തായാലും ഇരിക്കുന്നിടത്തോളം കാലം ഇവർക്കൊന്നും ഏട്ടന്റെയോ ഏടത്തെയോ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല. അത് ഈ മണ്ടന്മാർ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, അമ്മ ഇപ്പൊ അഭിനയിക്കുന്നതാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ലല്ലോ ഏട്ടെന്ന് പറയുമ്പോ, ഇവരുടെ കാര്യത്തിൽ എനിക്ക് കടുത്ത തീരുമാനം എടുക്കാം. പക്ഷെ നിന്റെ അമ്മയെ ഞാൻ അമ്മ എന്ന് വിളിച്ചു പോയി. അതുകൊണ്ട് തന്നെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മഞ്ജു എന്ന് പറയുമ്പോൾ, ശരി എങ്കിൽ പിന്നെ ഏട്ടൻ എന്താന്ന് വെച്ചാൽ ആയിക്കോ. എത്ര പറഞ്ഞിട്ടും ഏട്ടൻ മനസ്സിലാക്കുന്നില്ല. ഏട്ടത്തിയും അതുപോലെ തന്നെയാണ്. ഏട്ടനേക്കാൾ വളരെ മോശമാണ് ഏട്ടത്തി. കാര്യങ്ങൾ പറഞ്ഞാൽ തിരിച്ചറിയില്ല. ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മഞ്ജു ആണെങ്കിൽ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഇറങ്ങി പോവുകയാണ്. ഈ സമയം ദുർഗയാണെങ്കിൽ കരുണയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, ആട്ടി വിട്ടിട്ട് വീണ്ടും കയറി വന്നിരിക്കുന്നു. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രാടി ഞാൻ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നത്. കയറി പോടി അകത്ത്. തള്ളിവിടാത്തതേ ആ കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ അവിടെ നിന്നും ആട്ടി വിടുകയാണ്. ഈ സമയം കരുണയാണെങ്കിൽ വളരെ വിഷമത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ദുർഗ പറയാണ്, മോൻ ക്ഷമിക്കണം, എത്ര പറഞ്ഞാലും ഇവരൊന്നും നന്നാകാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ, അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ഉണ്ണി ഓർമ്മ വെച്ച നാൾ മുതലേ സ്വത്തിനെയും പണത്തിനെയും മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. കാരണം അവന്റെ കാതിൽ കേട്ടിരിക്കുന്നത് മുഴുവനും അമ്മയുടെയും അമ്മാവന്റെയും ആ ഒരു
സ്വത്തിനും പണത്തിനോടുള്ള ആർത്തിയെക്കുറിച്ചാണ്. അതുപോലെ തന്നെയാണ് കരുണയുടെയും കാര്യം. നന്മ എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. കാരണം മുത്തശ്ശിയും പ്രതാപനാണല്ലോ അവളെ വളർത്തിയത്. അവളും പണത്തിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവരെ ഒന്നും തിരുത്താൻ പറ്റില്ല. പക്ഷെ കരുണയെ ഇപ്പൊ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ആ കുഞ്ഞിന്റെ ജനനം അത് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോനെ. കാരണം അവരെ പോലെ തന്നെയല്ലേ ആ കുഞ്ഞിനെയും വളർത്തുക എന്നൊക്കെ. അങ്ങനെ കണ്ണനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും കയറി പോകുന്നുണ്ട്. വീണ്ടും വീണ്ടും കണ്ണന്റെ ഈ ഒരു ക്ഷമാശക്തി കണ്ടിട്ട് ദുർഗയ്ക്കാണെങ്കിൽ അവനോട് വല്ലാത്തൊരു ബഹുമാനം തോന്നുകയാണ്. തുടർന്ന് ഉണ്ണിയാവട്ടെ മഞ്ജു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതായത് സ്വന്തം അച്ഛനെ കൊന്നവർക്ക് കൊട പിടിച്ചിട്ട് പാവം ഏടത്തിയെയും ഏട്ടനെയും വീണ്ടും കൊല്ലാൻ നോക്കുന്നു. നീയൊക്കെ പുഴു വന്നിട്ടേ ചാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അവിടേക്ക് കരുണ വരുന്നുണ്ട്. ആഹാ, ആവേശത്തോടെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാണല്ലോ, എന്ത് പറ്റിയടി? വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ആ കിളവി ഉപദേശിച്ച് കാണുമല്ലേ, വൈകിട്ടൊരു കുഞ്ഞുള്ളതാണ്, പെട്ടെന്ന് പോ എന്നൊക്കെ പറഞ്ഞു കാണുമല്ലേ. പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ആ ബോധം ഇല്ലെങ്കിലും എനിക്ക് ആ ബോധമുണ്ട്. അതുകൊണ്ടേ ഞാൻ മാറാൻ തീരുമാനിച്ചു. ഓ, എങ്ങനെ മാറാനാ? ഇവിടത്തെ മഹാരാജാവ് കടനെയും മഹാലക്ഷ്മിയെയും സ്നേഹിച്ച് അവർക്കൊപ്പം തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? അത് അഭിനയമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ യഥാർത്ഥമാണെങ്കിൽ നിന്നെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അംഗീകരിക്കേണ്ട. നിങ്ങളുടെ അംഗീകാരം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ദേ നോക്ക്, അവരെ സ്നേഹിച്ച് കൂടെ നിന്നാൽ മാത്രമേ ഈ കുഞ്ഞ് നന്നായിട്ട് വളരുകയുള്ളൂ. മാത്രമല്ല നിങ്ങളെ കൊണ്ട് കാശിന് വകയില്ല. പിന്നെ എന്റെ പ്രസവവും ഹോസ്പിറ്റൽ ചെലവും മറ്റുമായിട്ട് കണ്ണേട്ടനും മഹാലക്ഷ്മി മാത്രമേ എനിക്ക് സഹായിക്കാനുണ്ടാകുള്ളൂ. പിന്നെ ഈ വീട്ടിലെ സകല പണികൾ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നാളെ എന്റെ വയറ്റിലുള്ള കുഞ്ഞ് പുറത്തു വരികയാണെങ്കിൽ അടുക്കളപ്പണി ചെയ്തിട്ടാണെങ്കിലും ആ കുഞ്ഞിനെ നോക്കണമല്ലോ. എന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും കാര്യം പറയാൻ പറ്റില്ല. കേസ് നടത്തി അവരുടെ സമ്പാദ്യമെല്ലാം ഇല്ലാതാവാൻ പോവുകയാണ്. മറ്റാർക്കും നഷ്ടപരിഹാരം വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വേണമല്ലോ. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്റെ മുത്തശ്ശിയുടെ വീടും പറമ്പും മാത്രമാണ്, കുറച്ച് സ്വർണങ്ങളും. ഇതൊക്കെ കേട്ട് ഉണ്ണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പാവം, അതും എന്റെ പക്കൽ വന്നത് ഇവൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ. ഇനിയിപ്പോ ആവശ്യം വന്നാൽ അതും എടുത്ത് വിൽക്കേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യാനാ, എനിക്കെന്ന് പറഞ്ഞ് ഒന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ എല്ലാവരെയും അനുസരണയുള്ള കുട്ടിയായിട്ട് ജീവിച്ചല്ലേ മതിയാകൂ. പണ്ട് ഇവരെയെല്ലാം പേടിച്ച് ഇവരുടെ അടിമയായിട്ട് കഴിഞ്ഞത് എന്റെ അച്ഛൻ കൊലയാളിയാണെന്നുള്ള സത്യം മറ്റാരും അറിയരുതെന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഇപ്പൊ അതെല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് മാറിയേ മതിയാകൂ എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോൾ മാറിക്കോ. മാറേണ്ടി വരും. ഏട്ടനെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഫ്രീ ആയിട്ടുള്ള സാലറി കട്ട് ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആകെ വല്ലാതെയാകുന്നു. ശേഷം ദുർഗ അടുക്കളയിൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരുണയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അമ്മേ, അത്യാവശ്യം അടുക്കള പണിയൊക്കെ മഹാലക്ഷ്മി എന്നെ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കാം കുക്കിങ്ങിനൊക്കെ. ഓ, ദേ, എനിക്ക് സത്യം പറഞ്ഞാൽ നിന്നോട് നല്ല ദേഷ്യമുണ്ട്. നീ ഒരു ഗർഭിണിയാണെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴായിട്ട് മറന്നു പോവുകയാണ്. നിന്നോടുള്ള ദേഷ്യത്തിന് കാരണം നിന്റെ അച്ഛൻ പ്രതാപൻ തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ അവനാണല്ലോ എന്റെ ജീവിതം ഇല്ലാതാക്കിയത്. നിനക്കൊക്കെ ഒന്ന് മാറിക്കോടെ. അമ്മേ, ഞാൻ മാറി. ഉണ്ണിയേട്ടന്റെ വാക്കുകൾ ഞാൻ ഇനി കേൾക്കില്ല. ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഞാൻ ഉണ്ണിയേട്ടന്റെ കാര്യം കേട്ടതെന്നൊക്കെ പറയുമ്പോ, പിന്നെ ഉണ്ണിയെ അനുസരിക്കാതെ നീ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലത് മാത്രമേ കടഞ്ഞ മഹാലക്ഷ്മിയും ചെയ്യത്തുള്ളൂ. പക്ഷെ അത് നീ മനസ്സിലാക്കുന്നില്ല. നിന്നോടൊപ്പം നിന്ന് ഞാനും കടഞ്ഞയും മഹാലക്ഷ്മിയെയും വകവരുത്താനായിട്ട് ശ്രമിച്ചല്ലോ. എന്നിട്ടിപ്പോ എന്തായി? കാശിന് ഉപകാരം ഉണ്ടായോ? ഇല്ല. തിരിച്ചടികൾ വാങ്ങി കൂട്ടുക എന്നല്ലാതെ മറ്റൊരു കാര്യവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. എന്തായാലും എനിക്ക് ജോലികളൊന്നും ചെയ്തു തരണ്ട. അവിടെ ഇരിക്കുന്ന ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു തന്നാൽ മതി. നിന്നെ എന്തായാലും വിശ്വസിച്ച് കുക്കിംഗ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. നീ എപ്പോഴാ തക്കം പാർത്ത് വിഷം തീർക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ കരുണയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ആ ഒരു പണി ചെയ്യാനായിട്ട് പോവുകയാണ്. തുടർന്ന് ജയിലിൽ നിന്നും റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പ്രതാപനും വാമദേവനും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ജയിലിനകത്ത് ഇരുന്നപ്പോൾ ഭയങ്കര ശ്വാസമുട്ടലായിരുന്നു. പുറത്തേക്ക് എത്തിയപ്പോൾ എന്തൊരു ആശ്വാസം. ഇനി ഇതിനകത്തേക്ക് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടണേ. ഉള്ള സ്വത്ത് മുതലൊക്കെ വിറ്റ് തെളിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇവിടേക്ക് വരരുതെന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടേക്ക് വരാനുള്ള അവസരം ഉണ്ടാവില്ലായിരുന്നു. നിന്റെ മോൾ ഓരോന്ന് എടുത്തുചാടി ചെയ്തിട്ടല്ലേ. മിണ്ടി പോവരുത്. മാനമര്യാദയിൽ ജീവിച്ചു പോവേണ്ടതായിരുന്നു. നിന്റെ കയ്യിൽ നിന്നും ആ നക്കാപ്പിശ കാശ് വാങ്ങി വിശ്വനാഥനെ കൊന്നില്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് കൂടുതൽ നീ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറിനകത്തേക്ക് കയറുന്നു പറഞ്ഞ് വാമദേവനെ വഴക്ക് പറയണം പ്രതാപൻ. തുടർന്ന് പ്രതാപനാണെങ്കിൽ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, കോറിയൊക്കെ എങ്ങനെ പോകുന്നുവെന്ന്. കുഴപ്പമില്ലാത്ത രീതിക്ക് പോകുന്നു. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. കോറിയിലുള്ളവന്മാരൊക്കെ തന്നെ തക്കം പാർത്ത് തിരിച്ചടിക്കുന്നവന്മാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഡ്രൈവ് ചെയ്തു പോകുമ്പോഴാണ് റോഡരികിൽ മാർക്കോ ബൈക്ക് നിർത്തി നിൽക്കുന്നത് കാണുന്നത്. കൂടെ ലോപ്പസും ഉണ്ട്. ഈ സമയം ഡ്രൈവർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തുന്നുണ്ട്. വാമദേവനും പ്രതാപനും ആ കാഴ്ച കണ്ട് ഷോക്കാവുകയാണ്. എടാ, അവരെ നെഞ്ചത്തോട്ട് കയറ്റി വിടറാ. അയ്യോ, എനിക്ക് മാർക്കോയെ പേടിയാ സാറേ.
അപ്പോഴേക്കും അവിടേക്ക് ലോപ്പസ് വരികയാണ്. ഡോർ തുറന്ന് "ഡാ ജീവൻ മണിയെ ഓടിപ്പോടാ" എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവറെ അവിടെ നിന്നും ഇറക്കി വിടുന്നുണ്ട്. ഡ്രൈവർ ആണെങ്കിൽ ജീവനും കൊണ്ട് ഓടുകയാണ്. അങ്ങനെ മാർക്കോ "രണ്ടാളും ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ, ഒന്ന് നേരെ കാണട്ടെ." "മാർക്കോ ദയവ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരെയും ഒന്നും ചെയ്യരുത്." "ഏയ് ഒന്നും ചെയ്യില്ല. നിങ്ങൾക്കൊക്കെ വിശ്വനാഥൻ സാറിന്റെ രക്തം മതിയായില്ല അല്ലേടാ? കണ്ണൻ സാറിനെ കൊല്ലാനും വീണ്ടും ജയിലിനകത്ത് നിന്ന് പ്ലാൻ ചെയ്തു അല്ലേ? ആ ജയിലൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് കേറാനാണ് എനിക്ക് തോന്നിയത്, നിങ്ങളെ തല്ലി കൊല്ലാനായിട്ട്. പക്ഷേ കാത്തിരിക്കുകയായിരുന്നു ഞാനും." "എടാ വാമദേവാ, നിനക്ക് ഇനിയും ചോര കണ്ടു മതിയായില്ല അല്ലേ? നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. എന്തായാലും രണ്ട് സുന്ദരക്കുട്ടന്മാരും ഇപ്പോ എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വാ. അവിടെ വെച്ച് നിനക്ക് നല്ലൊരു സൽക്കാരമുണ്ട്." ഇത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട്. "മോനെ മാർക്കോ, നീ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നെ ഒന്ന് നേരിട്ട് കണ്ടതാ. അന്നത്തെ വേദന എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് വാമദേവനെ മാത്രം കൊണ്ടുപോയാൽ മതി." "ഏയ് ഇപ്പൊ ഒന്ന് തടിച്ചു കൊഴുത്ത് വീർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന്" പറഞ്ഞുകൊണ്ട് പ്രതാപനെ തട്ടിക്കൊണ്ട് "കേറടാ, അകത്തേക്ക് കേറ്. രണ്ടാളും ലോപ്പസിനോടൊപ്പം കാറിൽ വാ. എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ പിന്നെ അറിയാലോ ഈ മാർക്കോയുടെ സ്വഭാവം. നല്ല നല്ല കുട്ടികളായിട്ട് വേണം കാറിൽ ഇരിക്കാൻ" എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ രണ്ടെണ്ണത്തിനെയും കാറിനകത്തേക്ക് കയറ്റുന്നുണ്ട്. ലോപ്പസ് ആണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നീട് മാർക്കോ ബൈക്ക് എടുത്ത് കാറിന് മുന്നിൽ പോവുകയാണ്. എന്തായാലും പ്രതാപനും വാമദേവനും നല്ല അടിപൊളി ശിക്ഷ തന്നെയാണ് മാർക്കോ കൊടുക്കുന്നത്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്.